രാവിലെ ആയോ? എന്റെ അമ്മ അവിടുത്തെ ചില്ലപ്പെട്ട സൗണ്ട് കേട്ട് അടുക്കളന്ന്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ പ്രേതം ഏതെന്നാന്ന് തോന്നുന്നത്. പെട്ടെന്ന് ചെന്നൊന്ന് നോക്കട്ടെ എന്താന്നത്. ഇങ്ങോട്ട് പോവാനും പേടി വരുന്നു. ഇവിടെ ചില്ലെന്ന് പൊട്ടിക്കിടപ്പില്ലല്ലോ. പിന്നെ ചില്ല് പൊട്ട സൗണ്ട് എന്താ പിന്നെ കേട്ടേ? അയ്യോ പ്രേതം ഓടിക്കോ. എന്ത് പറ്റി അമ്മൂമ്മേ? മക്കളെ അടുക്കളയിലാണ് പ്രേതത്തിനെ കണ്ടത് ഞാൻ. അടുക്കള പ്രേതത്തിനെ കണ്ടതോ? മക്കൾ ഇതിന് ചില്ലൊക്കെ അടിച്ചു പൊട്ടിച്ച് സൗണ്ട് ഒക്കെ കേട്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഞാനും കേട്ടു. എന്നിട്ട് ഞാനാണെങ്കിൽ അടുക്കള ചെന്ന് നോക്കിയപ്പോഴാണെങ്കിലേ അവിടെ ചില്ല് പൊട്ടിയതൊന്നും കിടപ്പില്ല. അവിടെ മൊത്തം ക്ലീൻ ആയിട്ട് കിടക്കുന്നു. നിങ്ങൾ കുറച്ചേരം അവിടെ നിന്നപ്പോ ഒരു പ്രേതം മുമ്പേ പ്രത്യക്ഷപ്പെട്ട്. അയ്യോ അതിനെ കണ്ട പേടി വന്നിട്ട് ഓടി ഞാൻ ഇങ്ങോട്ട് വന്നേ. അയ്യോ അമ്മൂമ്മ പ്രേതത്തിനെ കണ്ടോ? ഞാൻ കണ്ട ആ പ്രേതത്തിനെ. കൊച്ചേ എഴുന്നേക്കടി. മോളെ ചിലപ്പോ സ്വപ്നം വല്ലതും കണ്ടതായിരിക്കും. സമയം ഇപ്പൊ 8:15. ഇന്ന് ഞാൻ ജോലിക്ക് വന്നില്ല നന്ദിനി. നിങ്ങളെ ആ പ്രേതത്തിന്റെ കൈ വിട്ടിട്ട് പോകുമ്പോ എനിക്കൊന്നും പറ്റത്തില്ല നന്ദിനി. ഉണ്ട്, കൺമുളുകൾ പറഞ്ഞില്ല പ്രേതം ഉണ്ടെന്ന് ഇവിടെ. അയ്യോ നന്ദിനി രമേശ്, ഞാൻ പ്രേതത്തിനെ കണ്ടേ. അയ്യോ അയ്യോ അമ്മ എന്തോ പറഞ്ഞ പ്രേതത്തിനെ കണ്ടെന്നോ? അതെ പ്രേതത്തിനെ കണ്ടു ഞാൻ. ഞങ്ങളെ മൂന്നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ ചില്ല് പൊട്ടുന്ന സൗണ്ട് കേട്ട് അടുക്കള. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോ അവിടെ ഒന്നും കാണുന്നില്ല. ചില്ല് പൊട്ടിത്തായിട്ട് ഒന്നും കാണുന്നില്ല. ഞാൻ അങ്ങനെ അവിടെ കുറച്ചേരം നിന്നപ്പോഴേ എന്റെ മുമ്പ് ഒരു പ്രേതം പ്രത്യക്ഷപ്പെട്ട്. അങ്ങനെ ആ പ്രേതം എന്നെ പിടിക്കാൻ പുറകെ അങ്ങോട്ട് വന്ന്. പിന്നെ ആ പ്രേതത്തിനെ കണ്ടില്ലേ? അമ്മ കൺമണിമോളും കണ്ട പ്രേതത്തിനെ. ഇവിടെ കണ്ട പ്രേതത്തിനെ. എടി കൊച്ചേ മേളോട്ട് നോക്കടി. അന്ന് തന്നെ നമുക്കാണെങ്കിൽ രമേടെ ഒക്കെ വീട്ടിലോട്ട് പോവാ. എന്നാ അതിന് രമേശനാണെ വിളിച്ചു പറയട്ടെ നമ്മൾ വരുന്ന കാര്യേ. ഹലോ സുമേഷേ, എന്താ? അതെ സുമേഷ്, ഞങ്ങളുടെ വീട്ടിൽ പ്രേതം കയറി. പ്രേതം കയറിയെന്നോ? അല്ല കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളെ കൊണ്ട് ഇന്നോട്ടെ, കുഴപ്പമല്ലോ ഉണ്ടോ? അതിനെന്താ കുഴപ്പം? നിങ്ങൾ എത്ര ദിവസം ഇവിടെ നിൽക്ക്, അത്രത്തോളം ഞങ്ങൾക്ക് സന്തോഷമല്ല. അല്ല ഏട്ടാ നിങ്ങളെപ്പോഴാ വരുന്നേ? ഞങ്ങളിപ്പൊ തന്നെ വരാനാ. എന്നാ വാ. ശരി ഏട്ടാ. ശരി സുമേഷേ. A few moments later. ചേച്ചി എത്ര നാളായി ചേച്ചിയെ കണ്ടിട്ട്? അവിടെ വിശേഷമുണ്ടോ ചേച്ചി? എന്താ വിശേഷം? അവിടെ പ്രേതമൊക്കെ എന്താ ചെയ്യാനാ? പ്രേതത്തിന് പേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. എന്നാലും നിങ്ങൾ അവിടെ വന്നോണ്ട് രക്ഷപ്പെട്ടു. ഇനി ആ പ്രേതത്തിനെ പേടിക്കണ്ടല്ലോ. ശരിയാ. ചേച്ചിയുടെ കൺമണിമോളെ നമുക്ക് കളിക്കാവാ. വരുവാ. അല്ല എല്ലാരും ഇവിടെ നിൽക്കുന്ന, അപ്പുറത്തോട്ട് വാ. ഹായ് കാവ്യ, ഇവിടൊക്കെ നല്ല രസമുണ്ടല്ലോ. അല്ല കാവ്യ, ചെറിയ കൂടാരം പോലത്തെ കെട്ടിയത്? അതെ, കഴിഞ്ഞ ആഴ്ച കെട്ടിയതാ. ശരിക്കും നല്ല രസമുണ്ടല്ലോ. അമ്മ എല്ലാരും ഇവിടെ ഇരിക്കും. നല്ല രസമുണ്ട് ചേട്ടാ ഇവിടൊക്കെ. ശരിയാ, നല്ല രസം ഇവിടെ ഇപ്പം. ഹായ് ദേ, വെള്ളത്തിൽ താറാവ്. ആ താറാവാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ചേട്ടന്റെ. അല്ല ചേട്ടാ, ചേട്ടന്റെ വീട്ടിൽ പ്രേതം കേറി പറഞ്ഞില്ല. എന്നിട്ട് ചേട്ടൻ എന്തോ പേടിയില്ലേ? പേടിയില്ലേ? നിന്റെ അമ്മച്ചിയെ പേടിച്ച് വരച്ചിരിക്കുക.
അപ്പഴല്ലേ പേടിയില്ലെന്ന് ചോദിക്കുന്നത്. എന്ത് ചോദ്യം ഇത്? ഞാൻ ചുമ്മാ ചോദിച്ചത്, കാരണം ഇവിടെ വന്നിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ടപ്പം. ആ, ഇവിടെ ആ പ്രേതമൊന്നും വരത്തില്ലല്ലോ, അതൊരു സന്തോഷം. പ്രേതങ്ങൾ വന്ന എന്റെ അമ്മച്ചിയെ ആലോചിച്ചിട്ടാണ് പേടി വരുന്നത്. അമ്മേ, ഈ കൺമണി മോൾ അങ്ങനെ വലുതായല്ലോ. ഞാൻ വലുതായെന്നാ പറഞ്ഞതേ ഉള്ളൂ, അല്ല ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ ചിരിച്ചേ? ചേച്ചി എന്തിനാ എന്നെ വഴക്ക് പറഞ്ഞേ? ആ, വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ എന്ത് വേണം? ഞാൻ അടിച്ചു നിന്നെ. ചേച്ചി എന്നെ വഴക്ക് പറയില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞു, നിന്നെ വഴക്ക് പറയല്ല, അല്ല അടിക്കൊന്നുമല്ലല്ലോ. അല്ലല്ല, ഇവിടെ എന്താ പ്രശ്നം? ചേച്ചി ഇവളാണെങ്കിലേ അങ്ങ് വലുതെന്ന് പറഞ്ഞപ്പോ ഇവളൊരു ചിരി. അതിന് ഞാൻ കുറെ വഴക്ക് പറഞ്ഞോളെ. നീ എന്തിനാടി അവളെ വഴക്ക് പറയുന്നേ? അവളങ്ങ് വലുതെന്ന് പറഞ്ഞപ്പോ അവള് ചിരിച്ചേനാ. ആ, കൊച്ചു കൊച്ചാളൊക്കെ അമ്മ ചിരിക്കും. നീ ഇപ്പൊ കൺമണിമോൾ എന്നോട് പറഞ്ഞതുപോലെ നീ എന്നോട് പണ്ട് പറയായിരുന്നു. അപ്പൊ നീ ചിരിക്കും ചെയ്യണം. അപ്പൊ ഞാൻ മിണ്ടത്തില്ല, നിന്നോട് ചിരിക്കത്തുള്ളായിരുന്നു. ഇനി ആളെങ്ങനെ വഴക്ക് പറഞ്ഞു നല്ല അടി വെച്ചിരുന്നു കേട്ടടി. ശരി ചേച്ചി, ഞാൻ നിന്നെ വഴക്ക് പറയത്തില്ല, സോറി. ആ, മര്യാദക്ക് അവിടെ നിന്ന് അടങ്ങി കുത്തിയിരുന്നോളാം, അല്ലെങ്കിൽ എന്റെ നല്ല അടി വാങ്ങിക്കേട്ടോ. പോടി അവിടുന്ന്. കാവ്യ ചേച്ചി, പാറ ചേച്ചി എന്നെ വഴക്ക് പറയുന്നത് എന്താണ്? നിന്നോട് പറഞ്ഞ അനുസരിക്കത്തില്ല നീ? എന്നെ പറഞ്ഞ കിട്ടിയിട്ട് ഇവിടെ അടങ്ങിയിരിക്കത്തുള്ളൂ. അയ്യോ ചേച്ചി, ഞാനൊന്നും മിണ്ടയില്ല. ആ, മിണ്ടായിരുന്ന കൊള്ളാം. പോടി. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും. അതെ, നമ്മൾ കുറെ നേരമല്ലേ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ആ ശരി, നമുക്കിത് അകത്ത് പോകാം. ആ, എല്ലാരും കളിയും കഴിഞ്ഞോ? ആ, കഴിഞ്ഞു മാമി. ആ, എന്നാ മക്കളെ നിങ്ങൾ എല്ലാരും മേലെ കഴിക്കാം. അയ്യോ, അടുക്കളയിൽ നിന്നൊരു ചില്ല് പൊട്ടിയ സൗണ്ട് ആണല്ലോ കേട്ടെ. എന്തായാലും അടുക്കളയിൽ പോയി നോക്കാം. ഇവിടെ ചില്ലൊന്നും പൊട്ടിക്കിടപ്പില്ലല്ലോ. അയ്യോ അയ്യോ, നീയൊക്കെ എന്തുവാണ് വിചാരിച്ചേ? ഞാനൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നീയൊക്കെ പമ്പ അടക്കുമ്പോ ഞാൻ അവിടുന്ന് പോകുന്നല്ല വിചാരിച്ചേ. അതിന് വലിയ കാര്യമാണോ ഇപ്പൊ സംഭവിച്ചത്? ഈ വീട്ടിലോട്ട് ഞാൻ വന്ന്. അയ്യോ, ഞങ്ങളൊന്നും ചെയ്യല്ലേ, ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിങ്ങൾ എനിക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളെല്ലാരും എനിക്ക് വേണം. നിങ്ങളെല്ലാരും തിന്നണം, എനിക്ക് വിശക്കും അതുപോലെ. ഇപ്പൊ ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് തിന്നാൻ പോകുക. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്താ പറഞ്ഞേ? ഒന്നും ചെയ്യരുതെന്നു? അതങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നേ. ഇങ്ങോട്ട് വന്നേ ചേട്ടാ, തിന്നട്ടെ. നീ ഇവിടുന്ന് പോ. പോവാനല്ല വന്നേക്കുന്നേ, കൊണ്ടുപോകാനാണ് ഞാൻ വന്നേക്കുന്നേ. പിന്നെ എന്തിനാ എന്നോട് പോകാൻ പറയുന്നേ? അയ്യോ, നിങ്ങളെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങളായിട്ട് ഉപദ്രവിക്കാൻ വരുന്നേ? നിങ്ങളോടല്ലേ ഞാൻ മുമ്പേ പറഞ്ഞേ. നിങ്ങൾ എന്തായാലും എന്നെ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളെല്ലാരും എനിക്ക് വേണം. ആദ്യം നിങ്ങളെ തന്നെ തിന്നാൻ പോവാണ് ഞാൻ. അതിനു മുമ്പ് എന്തായാലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സാധിച്ചുതരാം. ആ, എനിക്കൊരു ആഗ്രഹമുണ്ട്, നീ ഇവിടുന്ന് പോകണം. അതിനെന്താ, നിങ്ങൾ പറഞ്ഞ ആഗ്രഹം തന്നെ ഞാൻ പോവാം. ഓ, രക്ഷാട്ടാ, പ്രേതം പോയി. ഓ, നീ എന്താണോ എന്നെ പറ്റി വിചാരിച്ചേ? നീ അങ്ങ് പറയുമ്പോ ഞാൻ പോകാൻ എന്താ പൂച്ചയെ പറ്റുവാണോ? അയ്യോ അയ്യോ, നീ എത്ര ഒച്ച വെച്ചാലും ഇവിടെ നിന്ന് കേൾക്കത്തില്ലടാ. കാരണം ഈ അടുക്കള മൊത്തം എന്റെ കൺട്രോളിലാ. ഈ ഒരു അടുക്കളയിൽ നിന്ന് എത്ര സൗണ്ട് ആണെങ്കിലും ഒരു തുള്ളി പോലും പുറത്തോട്ട് പോകത്തില്ല. അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ ആരും വരത്തില്ല. നിങ്ങൾ ഇനി ഇറങ്ങി ഓടാൻ നോക്കണ്ട, കാരണം ഞാൻ എന്റെ ശക്തി കൊണ്ട് ഈ കഥക് മൊത്തം പൂട്ടി. ഇനി നിങ്ങളെ പിടിച്ച് തിന്നാൻ പോകുക ഞാൻ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, കഥക് മൊത്തം ഞാൻ പുറത്തുനിന്ന് കുത്തിയിട്ടേക്കുവാ. നിങ്ങൾ ഇനി എത്ര ഒച്ച ഉണ്ടാക്കിയാലും പുറത്തോട്ടൊന്നും കേൾക്കത്തില്ല. നിങ്ങൾ ഞാൻ പിടിച്ച് തിന്നാൻ പോവാ. അയ്യോ, ആരെയും രക്ഷിക്കണേ. അയ്യോ അയ്യോ അയ്യോ, അയ്യോ പൂച്ച, എനിക്ക് പൂച്ച പേടി. അയ്യോ അയ്യോ, പോ പൂച്ച, എനിക്ക് പേടിയാ. പോ. പൂച്ചക്കട്ടെ, പ്രേതത്തിന് എങ്ങനെ ഓടിക്കേ. ഓ, രക്ഷപ്പെട്ട്. വളരെ നന്ദിയുണ്ട് പൂച്ചക്കുട്ടി, താങ്ക് യു. അല്ല, ഈ പൂച്ചക്കുട്ടിയോട് ഞാൻ അങ്ങനെ താങ്ക് യു പറഞ്ഞു, ഇതിനെങ്ങനെ മനസ്സിലാവാനാ? ഇത് ആരാ പൂച്ച? ഇത് ഇവിടെ വളർത്തുന്ന പൂച്ച തന്നെയാന്ന് തോന്നുന്നു. എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന്. എന്തായാലും രക്ഷപ്പെട്ടു. എന്തായാലും രക്ഷിച്ചാലും താങ്ക് യു കേട്ടോ. താങ്ക് യു പോയി.